ശാസ്ത്രലോകത്തിന്റെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം എന്താണ്? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതാണ് നാസയുടെ ആർടെമിസ് മിഷൻ. ഇക്കഴിഞ്ഞ ഏപ്രിൽ 1-നാണ് മിഷന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി 4 യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് SLS റോക്കറ്റ് ചന്ദ്രനിലേക്ക് പറന്നത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969-ലെ അപ്പോളോ മിഷനിലാണ്. പക്ഷേ പിന്നീട് ഒരു ക്രൂഡ് മിഷന് വേണ്ടി ഇത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇത് ശാസ്ത്രലോകത്തിന്റെ പരാജയമാണോ? അതോ അപ്പോളോ ദൗത്യത്തിന്റെ വിജയം കെട്ടുകഥ മാത്രമാണോ? 38-year-old American standing on the surface of the moon. ചിലരെങ്കിലും ആരോപിക്കുന്നത് പോലെ ഏതോ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമ. പണ്ടേ ചെയ്ത കാര്യം ഇപ്പോഴും ഇത്രമാത്രം സങ്കീർണമായിരിക്കുന്നത് എന്താണ്? ഇനി ഇപ്പോഴത്തെ ആർടെമിസ് മിഷന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഈ കാര്യങ്ങളെല്ലാമാണ് നാം പരിശോധിക്കുന്നത്. വെൽക്കം ടു എസ്പിക് ഇൻഫോ. ആദ്യം തന്നെ പറയട്ടെ, അപ്പോളോ മിഷനും അന്ന് മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതും ഒന്നും ഒരിക്കലും ഒരു കെട്ടുകഥയോ വ്യാജ പ്രചരണമോ ആയിരുന്നില്ല. മറിച്ച് മനുഷ്യൻ എന്ന ജീവിവർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു നേട്ടമായിരുന്നു. എന്നാലും ഇപ്പോഴും മറിച്ച് വിശ്വസിക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ട് എന്നതാണ് സത്യം. അപ്പോളോ മിഷന്റെ ഭാഗമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് 1-2 തവണയല്ല, 6 തവണയാണ്. 382 കിലോയോളം ചന്ദ്രശിലകൾ അന്ന് ഭൂമിയിലെത്തിച്ചു. വിവിധ രാജ്യങ്ങൾ, USSR അടക്കം അവരുടെ ലാബോറട്ടറികളിൽ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരെ കൊണ്ട് ഈ ശിലകളെപ്പറ്റി പഠിച്ചു. ഈ ശിലകളുടെ രാസഗുണങ്ങൾ അനന്യമാണ്. അതായത് ഇതുപോലെയുള്ള ശിലകൾ ഭൂമിയിൽ ഒരിടത്തും ഉണ്ടാകാൻ സാധ്യത പോലുമില്ല. 2500-ൽ കൂടുതൽ പഠനങ്ങൾ ഇവയെപ്പറ്റി നടന്നിട്ടുണ്ട് എന്നതാണ് കണക്ക്. ഇപ്പോഴും അവ ലാബോറട്ടറികളിൽ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്നാണ് ചന്ദ്രനിൽ അന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ലേസർ കണ്ണാടികൾ. ഇന്നും വിവിധ ഒബ്സർവേറ്ററികൾ ലേസർ റേഞ്ചിംഗ് പരീക്ഷണങ്ങൾക്കായി ഈ കണ്ണാടികൾ ഉപയോഗിക്കുന്നുമുണ്ട്. ഇതിലേക്ക് ലേസറുകൾ പായിക്കാനും തിരിച്ചു വരുന്നവ ഡിറ്റക്ട് ചെയ്ത് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം മില്ലിമീറ്ററുകളുടെ കൃത്യതയോടെ അളക്കുവാനും സാധിക്കും. അപ്പോളോ ദൗത്യത്തിന്റെ ഓരോ ഘട്ടവും മറ്റു രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അന്നത്തെ മുഖ്യ എതിരാളിയായിരുന്ന സോവിയറ്റ് യൂണിയന്റെ കടുത്ത നിരീക്ഷണത്തിലായിരുന്നു നടന്നിരുന്നത്. മാത്രമല്ല പിന്നീട് ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങി പല രാജ്യങ്ങളും ചാന്ദ്രദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവയെല്ലാം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോകളിൽ അപ്പോളോ ലാൻഡറിന്റെ ഭാഗങ്ങൾ, കാൽപ്പാടുകൾ, റോവർ ട്രാക്കുകൾ ഇവ വ്യക്തമായി കാണാവുന്നതാണ്. ഇനി അവസാനമായിട്ട് ഒന്നുകൂടി, പഴയ അപ്പോളോ ലാൻഡിങ്ങിന്റെ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗ്രാവിറ്റിയുടെ വ്യത്യാസം കാരണം എല്ലാം ഒരു സ്ലോ മോഷനിലാണ്. ആളുകളുടെ മൂവ്മെന്റ്, ഫ്ലാഗ്, എന്തിന് ചന്ദ്രനിലെ പൊടി പോലും. ഇതൊന്നും അന്നത്തെ സ്റ്റുഡിയോ ടെക്നോളജി ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിക്കാൻ പറ്റുന്നതല്ല. എല്ലാം ശരി, പക്ഷേ അപ്പോളോ ദൗത്യം കഴിഞ്ഞ് 54 കൊല്ലമായല്ലോ. ഇത്ര വലിയൊരു കാലതാമസം എങ്ങനെ വന്നു? ഇത് മനസ്സിലാക്കാൻ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി മനസ്സിലാക്കണം. അന്ന് ലോകത്ത് 2 വൻ ശക്തികളാണ് ഉണ്ടായിരുന്നത്, അമേരിക്കയും സോവിയറ്റ് യൂണിയനും. അവർ തമ്മിൽ ശീതസമരത്തിലാണ്. സത്യത്തിൽ ഈ മാത്സര്യമാണ് അമേരിക്കയെ ഇത്ര വലിയൊരു പ്രോജക്റ്റിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അമേരിക്കൻ GDP-യുടെ 4% നാസയ്ക്ക് വേണ്ടി മാത്രം അക്കാലത്ത് മാറ്റിവെച്ചിരുന്നു. അതിൽ നിന്ന് തന്നെ എത്ര വലിയ ഫണ്ടിംഗ് ആണ് നടന്നിരുന്നതെന്ന് മനസ്സിലാക്കാം. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ലോകം അമേരിക്കയ്ക്ക് ചുറ്റുമായി. പിന്നീട് വെറും രാഷ്ട്രീയ താല്പര്യം മാത്രം മുൻനിർത്തിയുള്ള പരിവേഷണങ്ങളിൽ നിന്നും അമേരിക്ക പിന്നോട്ടുപോയി. കൂടുതൽ പ്രയോജനപ്രദമായ ലോ എർത്ത് ഓർബിറ്റ് പ്രോജക്റ്റുകൾക്കാണ് കൂടുതൽ പരിഗണന ലഭിച്ചത്. അതായത് ഈ കാലതാമസം ഒരിക്കലും ശാസ്ത്രത്തിന്റെ പരാജയമായിരുന്നില്ല, മറിച്ച് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും ശാസ്ത്രത്തിന്റെ മുൻഗണനാ ക്രമങ്ങളിൽ വന്ന മാറ്റം കൊണ്ടുമായിരുന്നു. ഇനി ഇപ്പോഴും ചന്ദ്രനിലെ മനുഷ്യന്റെ ലാൻഡിംഗ് കോംപ്ലിക്കേറ്റഡായി തുടരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോളോയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി അല്ല ഇപ്പോൾ ആർടെമിസിൽ ഉപയോഗിക്കുന്നത്. അത് കൂടുതൽ വിപുലവും സുരക്ഷിതവുമാണ്. കാരണം ഇപ്പോഴത്തെ ലക്ഷ്യം വെറും ഒരു ലാൻഡിംഗ് മാത്രമല്ല, കൂടുതൽ കാലം തുടരാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കലാണ്. അതിനാൽ കൂടുതൽ ഭാരമേറിയ റോക്കറ്റുകൾ, റേഡിയേഷൻ ഷീൽഡിംഗ്, ഹീറ്റ് ഇൻസുലേഷൻ, ലൈഫ് സപ്പോർട്ടിംഗ് എന്നിവ ആവശ്യമാണ്. ഇതെല്ലാം കൂടുതൽ സങ്കീർണവുമാണ്. ആർടെമിസ് 2-ന്റെ ഓറിയോൺ ക്രൂ ക്യാപ്സ്യൂളിനുള്ളിൽ 4 യാത്രക്കാരാണ് ഉള്ളത്. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കുക്ക്, ജെറമി ഹാൻസൺ.
ഇവർ ചന്ദ്രനിൽ ഇത്തവണ ഇറങ്ങുകയില്ല. ചന്ദ്രനെ ചുറ്റി ഒരു ഫ്ലൈ ബൈ നടത്തുകയാണ് ചെയ്യുക. ചന്ദ്രന്റെ വിദൂരമായ ഭാഗത്തുകൂടി കറങ്ങി 10 ദിവസം കൊണ്ട് തിരിച്ച് ഭൂമിയിലെത്തും. വരാൻ പോകുന്ന ചാന്ദ്രദൗത്യങ്ങൾക്കായി ഓറിയോൺ പേടകത്തിലെ സപ്പോർട്ട് സിസ്റ്റങ്ങൾ സജ്ജമാക്കുക എന്നതാണ് ഈ ഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യം. സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള വിപുലമായ ബഹിരാകാശ ദൗത്യങ്ങൾക്കാണ് വരുംകാലം സാക്ഷ്യം വഹിക്കുക. സ്ഥിരമായ ഒരു ബേസ് സ്ഥാപിക്കുക വഴി ഭാവിയിൽ ചൊവ്വ പോലുള്ള ഗ്രഹങ്ങളിലേക്കും ആസ്റ്ററോയിഡുകൾ, ഡീപ് സ്പേസ് എന്നിവിടങ്ങളിലേക്കുമുള്ള ഒരു ചവിട്ടുപടിയായി ചന്ദ്രൻ മാറും. 2028 കൂടിയാണ് പൂർണ്ണമായ ഒരു മൂൺ ലാൻഡിങ്ങിന് പദ്ധതിയിട്ടിരിക്കുന്നത്. അതോടുകൂടി മനുഷ്യന്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറക് മുളയ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.